എനിക്ക് നമ്മൾ ഇന്നൊരു വിമൻ പൊളിറ്റിക്കൽ കോൺക്ലേവ് എന്ന് പറഞ്ഞ പേരിട്ടൊരു പരിപാടിയിലാണ് പങ്കെടുത്തിരിക്കുന്നത്. ഇവിടെ വന്നു കയറിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. സ്ത്രീകൾ മാത്രം കാണുമ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിൽ പോലും പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷവും സ്നേഹവും ഒക്കെ എനിക്ക് വളരെ വിലപ്പെട്ടതായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ എന്തുകൊണ്ടൊരു സ്ത്രീ രാഷ്ട്രീയത്തിലേക്ക് വരണം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടെ ഇടമുണ്ടാക്കേണ്ടതില്ലേ എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വേദിയിൽ പുരുഷൻ്റെ സമീപനം പോലെ, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുരുഷാധിപത്യ പ്രവണതയിൽ നിന്നുകൊണ്ടുള്ള ഒരു അഭിസംബോധനകളുണ്ട്, അല്ലെങ്കിൽ ശൈലിയുണ്ട്. ആ ശൈലിക്ക് ആ ശൈലി ഫോളോ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ചർച്ച എനിക്ക് തീർച്ചയായിട്ടും അതൊരു സുഖകരമായിട്ട് തോന്നുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, ഞാൻ ഇങ്ങനൊരു കാര്യം, എൻ്റെ അഭിപ്രായമാണ് അത്, ഞാൻ ഇങ്ങനൊരു കാര്യം പങ്കുവെക്കുമ്പം മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കൂടി എന്നെക്കാളും ഒരുപാട് പ്രവർത്തന പരിചയവും അതേപോലെ ആളുകളെ കണ്ടിട്ടുള്ള 3 വ്യക്തികളാണ് മുന്നിലിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള സ്ലോഗൻ ഉണ്ടാകും, ആശയങ്ങളുണ്ടാകും. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ള, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആശയങ്ങൾ അവർ പറയുമ്പം ഒട്ടും മോശമല്ല. അത്യാവശ്യം നല്ല കാര്യങ്ങളിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും ആളുകളെ ക്ഷണിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ സ്ത്രീകൾ, ആ രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ കുറച്ചുകൂടെ അതിനോട് വിധേയപ്പെട്ടിട്ടോ, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ നയങ്ങളോട്, അല്ലെങ്കിൽ അവരുടെ പ്രഖ്യാപിത നയങ്ങളോട് അടുത്ത് നിന്ന് പെരുമാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ പുരുഷന്മാർ പലപ്പോഴും അങ്ങനെയല്ല. പുരുഷന്മാർ ആ രാഷ്ട്രീയ സംഘടനയുടെ പ്രഖ്യാപിത നയത്തിൽ നിന്നും മാറിയിട്ടുള്ള രൂപത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള മാറ്റം യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനമുള്ള, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി ഭരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. പലപ്പോഴും ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരുമ്പം ഈ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വിഷയങ്ങളിൽ പോലും സ്ത്രീകളുടെ അനുഭവങ്ങളോ സ്ത്രീകളുടെ ബോധ്യങ്ങളോ അല്ല പലപ്പോഴും നമ്മളുടെ മുൻപിലേക്ക് വരുന്നത്. അപ്പം അതിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് വരുമ്പം സ്ത്രീ ആയതുകൊണ്ട് തോൽക്കാനുള്ള സാധ്യത ഉണ്ടാകും. മറുപുറത്ത് വരുന്നത് ശക്തനായിട്ടുള്ള എതിരാളിയാണ് എങ്കിൽ സ്ത്രീകൾക്ക് തോൽവിക്കുള്ള സാധ്യത കൂടുതൽ ഉണ്ടാകുമെന്ന് പറയുന്നതിനോട് ഞാൻ അനുകൂലിക്കുന്നില്ല. മറിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് കാണിച്ചു കൊടുക്കാൻ, ആളുകളോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഇമോഷൻ ഓൾവേസ് സ്പീക്സ് എന്നുള്ളതാണ്. നിങ്ങൾ ആളുകളോട് സംസാരിച്ചാൽ ആ വാക്ക് അപ്പോഴേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആളുകൾക്ക് എന്തെങ്കിലും കൊടുത്താൽ ആ സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ എക്സ്പ്രഷൻസ്, നിങ്ങളുടെ ഇമോഷൻസ് ജനങ്ങൾക്ക് കൊടുത്താൽ കാലാകാലവും ആളുകൾ അത് മനസ്സിൽ സൂക്ഷിക്കും, നിങ്ങളോട് എല്ലാ കാലത്തും ആ അനുഭവത്തിൽ പെരുമാറും. അപ്പം അങ്ങനെയുള്ള ഒരു പരിഷ്കാരം യഥാർത്ഥത്തിൽ പാർലമെൻറ്റിലേക്കോ അല്ലെങ്കിൽ നിയമസഭയിലേക്കോ വരുന്നതിന് മുൻപ് നമ്മളുടെയൊക്കെ പാർട്ടി ഇടങ്ങളിൽ വേണ്ടതില്ലേ എന്നുള്ളൊരു ചോദ്യം, എളിയ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. വളരെ നന്നായി. 2 കാര്യങ്ങളിൽ കുട്ടി പറഞ്ഞതിലൊരു ചെറിയ തിരുത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ സ്ത്രീകൾക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പാർലമെൻറ്റിലേക്കും അസംബ്ലിയിലേക്കും മത്സരിക്കുമ്പോൾ സ്ത്രീകളുടെ എണ്ണം കുറയുന്നത് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് നിലനിൽക്കുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ ഒരു സംവരണം ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഒരു സ്ത്രീയെ ഒരിടത്ത് മത്സരിപ്പിക്കാൻ തയ്യാറാവാത്തത്, ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ നടത്തുന്ന ചർച്ചകൾ അവസാനം ചെന്നെത്തുന്നത് ഇവിടെ ഒരു പുരുഷൻ നിന്നാലാണ് ജയിക്കാൻ സാധ്യത എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ അങ്ങനെ സ്ത്രീ നിന്നാലും ജയിക്കാത്തത് കൊണ്ട് പുരുഷനെ നിർത്തുന്നു എന്ന് പറയാനല്ല ഞാൻ ആഗ്രഹിച്ചത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമൂഹം ഒരു പാട്രിയാർക്കൽ സമൂഹമാണ്. അപ്പം മൊത്തത്തിൽ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുക? ഞാൻ പറയാം, അത് മാറ്റണം. ഒരു ബോഡിയിൽ നടക്കുന്ന മൊത്തം ചർച്ചയും അവസാന തീരുമാനമാണ് വരിക. അങ്ങനെ വരുമ്പം നമ്മൾ സാധാരണയായിട്ട് ജയിക്കാനുള്ള സാധ്യത കാണുമല്ലോ, നോക്കുമല്ലോ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പം അങ്ങനെ നടക്കുന്ന ചർച്ചകൾ അവസാനം ചെന്ന് എത്തിച്ചേരുക എങ്ങനെയാണെന്നറിയോ? ഇവിടെ ഇന്നയാൾ നിന്നാലാണ് ജയിക്കാൻ സാധ്യത. അതിൽ ചിലപ്പോൾ ഒരു സ്ത്രീ ആകും. അങ്ങനെ വന്നിട്ടുണ്ട്, സ്ത്രീകളെ വന്നിട്ടില്ല എന്നുള്ള എനിക്കെന്നെ അനുഭവമുണ്ട്. ഈ സീറ്റിൽ ഇന്ന സ്ത്രീയെ നിർത്തിയാലാണ് ജയിക്കാൻ എൻ്റെ പാർട്ടി പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ ചിലയിടത്ത് അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് സ്ത്രീകൾ അങ്ങനെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്. പക്ഷെ എല്ലായിടത്തും ആ തീരുമാനത്തിലേക്ക് വരുന്നില്ല. അങ്ങനെ വരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സംവരണം വന്നാൽ എളുപ്പമായി കുറച്ചുകൂടി കാര്യങ്ങൾ. സംവരണത്തിലൂടെ അല്ല വരേണ്ടത്. സ്ത്രീകൾ നന്നായിട്ട് മുന്നോട്ട് വരണം, സ്ത്രീകൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം, സ്ത്രീകൾ ഫൈറ്റ് ചെയ്യണം, മുന്നണിയിലേക്ക് വരണം.
പക്ഷെ അതിന് ഈ പുരുഷ മേധാവിത്വപരമായ സമൂഹം നല്ല തടസ്സം നിൽക്കുന്നുണ്ട്, എളുപ്പമല്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് സംവരണം ഗുണകരമായിട്ട് മാറുന്നത്. സംവരണം വന്നാൽ ആർക്കും തർക്കം പറയാൻ പറ്റില്ല. അവിടെ എല്ലാവർക്കും സ്ത്രീയെ മത്സരിപ്പിച്ചേ മതിയാവുള്ളൂ. ആ അർത്ഥത്തിലാണ്, അല്ലാതെ സ്ത്രീ നിന്നാൽ തോറ്റുപോകുന്നത് കൊണ്ട് പുരുഷന്മാരെ നിർത്തുന്നു എന്ന് എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയല്ല ചെയ്തത്. അത് മനസ്സിലാക്കാൻ ആ പ്രായോഗിക സാഹചര്യത്തിൽ ഇങ്ങനെ വരുന്നു എന്നുള്ളത് സമൂഹത്തിൻ്റെ ഒരു പാട്രിയാർക്കൽ മനോഭാവത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ സ്ത്രീകൾ കൂടുതലായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും മുന്നോട്ട് വരാത്തതിൻ്റെ കൂടി ഒരു ഘടകം അതിനകത്തുണ്ട് എന്നുള്ളതാണ്. വരാൻ ശ്രമിക്കുന്നുണ്ട് സ്ത്രീകൾ. രണ്ടാമത്തെ തീരത്ത് കേരളത്തിലെ ആളുകൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരുപാട് സ്ത്രീകളൊക്കെ എന്നോട് പുരുഷന്മാരും എല്ലാം സ്നേഹം കാണിക്കാറുണ്ട്. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെന്ന് ഞാൻ കരുതുന്നു. അതുണ്ടായത് കേവലം ഒരു അമ്മ മനസ്സ് എന്നുള്ള നിലയിലാണ്. അങ്ങനെ ആവരുത്, അങ്ങനെയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിർണായകമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ സമയത്ത് ഞാൻ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നല്ലോ. എൻ്റെ പാർട്ടിയുടെ പോളിസി അനുസരിച്ച്, എൻ്റെ മുന്നണിയുടെ തീരുമാനം അനുസരിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിസഭ എടുത്ത തീരുമാനങ്ങൾ അത് ഏറ്റവും ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ മുന്നിൽ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് എൻ്റെ മാത്രമല്ല, ഒരു നല്ല ടീം ഡെവലപ്പ് ചെയ്യുക. പുരുഷന് മാത്രമല്ല, ഒരു സ്ത്രീക്ക് നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ടീം ഡെവലപ്പ് ചെയ്തുകൊണ്ട് സർക്കാരിൻ്റെ നയങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് കുറവ് വന്നിട്ടില്ല എന്ന മനോഭാവം തന്നെ ആയിരിക്കണം എന്നോട് ഇഷ്ടമുണ്ട്. അല്ല, ഞാൻ വെറുതെ ഇങ്ങനെ ചിരിച്ചു കാണിക്കുന്ന ഒരു അമ്മയായതുകൊണ്ട് എന്നോട് എല്ലാവർക്കും ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവിടെ എൻ്റെ പരാജയമാണ്. ഗ്ലോറിഫിക്കേഷന് വേണ്ടിയിട്ടല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ അപ്രോച്ച്, അവരുടെ സമീപനം വ്യത്യസ്തമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്ത്രീകൾ ഒരു ആ കരുതലിനെയാണ് ഞാൻ പറഞ്ഞത്. അമ്മ എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തി സ്റ്റീരിയോടൈപ്പിൽ അങ്ങനെയല്ല ഞാൻ സംസാരിച്ചത്. ഇന്ത്യ പോലുള്ള രാജ്യത്ത് കുടുംബത്തിൽ അധികാര കേന്ദ്രങ്ങളുണ്ട്, അതേപോലെ മതത്തിൽ അധികാര കേന്ദ്രങ്ങളുണ്ട്, രാഷ്ട്രീയത്തിൽ അധികാര കേന്ദ്രങ്ങളുണ്ട്. ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ഫ്രാൻസ് പോലെ ഒരു മതനിരപേക്ഷ രാജ്യമൊന്നും അല്ലല്ലോ നമ്മുടേത്. എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രാഷ്ട്രീയ തലത്തിൽ സ്ത്രീകൾ അധികാരത്തിൽ വരിക എന്നുള്ളതിനെ നമുക്കൊരു സെപ്പറേറ്റ് ചെയ്തൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആയിട്ട് മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യമില്ല. കാരണം ഈ മതത്തിലെ അധികാരവുമായും കുടുംബത്തിനുള്ള അധികാരവുമായിട്ടും ഒക്കെ ഇത് പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലെ അധികാരത്തോടൊപ്പം തന്നെ കുടുംബത്തിലും മതത്തിലും സ്ത്രീകൾക്ക് അധികാരം കിട്ടേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ശബരിമല തന്ത്രിയായിട്ട് സ്ത്രീ വരണം, ഗുരുവായൂർ മേൽശാന്തിയായിട്ട് സ്ത്രീകൾക്ക് അവസരമുണ്ടാകണം എന്ന് ഞങ്ങൾ പറഞ്ഞാൽ താങ്കളുടെ പാർട്ടിക്കും താങ്കൾക്കും അത് അംഗീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് അംഗീകരിക്കാൻ ഞാനൊരു അമ്പലവിശ്വാസി ആയതുകൊണ്ടും ഞാൻ വിശ്വസിക്കുന്ന തന്ത്രവിദ്യ എന്ന് പറയുന്നതും ഷോഡശ സംസ്കാരത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പഠിച്ചതുകൊണ്ടും ദൈവത്തിൽ വിശ്വസിക്കുന്നവർ മാത്രം ക്ഷേത്രത്തിനകത്ത് പോയാൽ മതി എന്നുള്ളതുകൊണ്ടും ബാക്കി അറിവും പ്രാപ്തിയുമൊക്കെയുള്ള ആളുകൾ മത്സരിക്കാനും ജയിക്കാനുമായിട്ട് ശബരിമലയിൽ പോകണമെന്നുള്ള അഭിപ്രായമില്ലാത്തതുകൊണ്ടും ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ്. മതത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയേണ്ടി വരും, മുസ്ലിം പള്ളിക്കകത്തുള്ള തീരുമാനമെടുക്കാൻ ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ചില ആക്ടിവിസ്റ്റുകളോ തീരുമാനിക്കണം എന്ന് പറയേണ്ടി വരും. ക്രിസ്ത്യൻ പള്ളികൾക്കകത്ത് വേണ്ടി വരും. എന്തിനാണ് അങ്ങനെ ഒരു തർക്കം? ആ സമയം ഉപയോഗിച്ചുകൊണ്ട് ആക്ടിവിസ്റ്റുകൾ ചെയ്യേണ്ടത് ചേരികളിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിലേക്ക് പോവുക. രാഷ്ട്രീയക്കാർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. മതത്തെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായിട്ട് പഠിച്ച, അതായത് മനുസ്മൃതിയല്ല ഹിന്ദു മതവിശ്വാസം എന്ന് പഠിച്ച 18 പുരാണങ്ങളും ഉപനിഷത്തുക്കളും വേദസംഹിതകളും എല്ലാം നിലനിൽക്കുന്ന ഒരു രാജ്യത്തിരുന്നു കൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതിന് കറക്റ്റായിട്ട് ഏറെ ഉത്തരം പറയാൻ സാധിക്കുന്ന തന്ത്രി മുഖ്യന്മാർ ഈ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല മതപരമായിട്ടുള്ള ചടങ്ങുകളെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത് ഞാൻ അവിടെ നിർത്തുകയാണ്. മറ്റൊന്ന്, മതപരമായിട്ട് നമുക്ക് ആഗ്രഹിക്കാമല്ലോ. അതായത് ഹിന്ദു മതത്തിൽ ഇപ്പോൾ പൂജ ചെയ്യുന്ന ആളാണ് മാതാ അമൃതാനന്ദമയി അമ്മ പറയുന്നത്, അമ്മ പ്രതിഷ്ഠിക്കുന്ന ആ ക്ഷേത്രങ്ങളിലെ പൂജാവിധികൾ അവർ തന്നെ രചിച്ചിരിക്കുകയാണ്. അതായത് അത് അമ്മയുടെ അറിവിൻ്റെയും പ്രാപ്തിയുടെയും അടിസ്ഥാനത്തിലാണ്. പക്ഷേ എൻ്റെ ഒരു
പോളിസി എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ പൊതുപ്രവർത്തനം ചെയ്യുന്ന ഒരാളായിട്ടാണ്. ഞാൻ എൻ്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ എൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അമ്പലത്തെക്കുറിച്ച് ചർച്ച ചെയ്യലല്ല, അല്ലെങ്കിൽ അമ്പലങ്ങൾ കെട്ടുന്നതിനെക്കുറിച്ച് പറയലല്ല. അത് എന്നേക്കാൾ കൂടുതൽ അറിവും പ്രാപ്തിയുമുള്ള ആളുകളുണ്ട്. പക്ഷേ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ളത് കൊണ്ട് അയ്യപ്പൻ എന്ത് പൂജ കൊടുക്കണം, ഗുരുവായൂരപ്പൻ എന്ത് പൂജ കൊടുക്കണം, ദേവി ചോറ്റാനിക്കര അമ്മയ്ക്ക് എന്ത് പൂജ കൊടുക്കണം എന്ന ചെറിയ അറിവ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ ആ വിശ്വാസത്തിന് അധികരിച്ചുകൊണ്ടാണ് എൻ്റെ പൊതുപ്രവർത്തനവും അതും ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് എൻ്റെ വിശ്വാസമാണ്, അത് എൻ്റെ മാത്രം വിശ്വാസമാണ്. അത് ക്ഷേത്രങ്ങളിൽ പോകാൻ ആഗ്രഹമുള്ള ആ തന്ത്രിമുഖ്യന്മാരുടെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹമുള്ളവരത് ചെയ്താൽ മതി. നമ്മൾ ചാർവാകനെ പറയുമ്പോൾ തന്ത്രിമുഖ്യന്മാർ പുരുഷന്മാർ തന്നെയാണല്ലോ. അപ്പൊ പുരുഷൻ തന്നെയാണ് മതത്തിന്റെ അധികാര കേന്ദ്രം എന്ന് താങ്കൾ അംഗീകരിക്കുന്നത്? നോക്കൂ, മതത്തിന്റെ അധികാര കേന്ദ്രം ആരായാലും അതല്ല ഇവിടത്തെ സമൂഹത്തെ വഴി നടത്തുന്നത് എന്നുള്ളതാണ്. സമൂഹത്തെ വഴി നടത്തുന്നത് അതത് വ്യക്തികളാണ്. ആ വ്യക്തികൾക്ക് എന്ത് പ്രവർത്തിക്കാൻ സാധിക്കുന്നുവോ, അവർ എന്ത് സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കുന്നുവോ അതിനെ നോക്കിയിട്ടാണ് ജനം ആ വ്യക്തിക്ക് മാർക്കിടുന്നത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അത്ര മാത്രമേ പറയേണ്ട കാര്യമുള്ളൂ. മതവും രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളതാണോ താങ്കൾ? അല്ല, മതപരമായിട്ടുള്ള വിശ്വാസവും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. അത് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെയാണ്. ഒരു വീടിനകത്ത് 4 മുറികൾ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇന്തോനേഷ്യയിൽ പോയി വണ്ടി ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഇന്തോനേഷ്യയിൽ ചെന്ന് വണ്ടി ഇറങ്ങിയിട്ടുള്ള ഒരു സമയത്ത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു, 4 മുറികളുള്ള ഞാനൊരു ലിംഗ ലൈംഗിക ന്യൂനപക്ഷത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ട്രാൻസ്ഫോമനാണ്. വുമൺ പൊളിറ്റിക്കൽ കോൺക്ലേവ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കാലാകാലങ്ങളായിട്ട് അടിച്ചമർത്തപ്പെട്ട ഒരു മനുഷ്യ വിഭാഗത്തെ എങ്ങനെയൊക്കെ നമുക്ക് ഉന്നമനത്തിലേക്ക് നയിക്കാം എന്നുള്ള രീതിയിലാണ്. ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന ഞാൻ കാലാകാലങ്ങളായിട്ടില്ലെങ്കിലും കാലാകാലങ്ങളായിട്ടുണ്ട്, പക്ഷേ നമ്മളുടെ ഇടയിൽ നമുക്ക് ന്യൂ നോർമൽ ആയിട്ടുള്ള മനുഷ്യരാണ്, അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. ഇപ്പോൾ എനിക്ക് ഇവിടെ ഈ പരിപാടിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനൊരു സ്ത്രീയും ബാക്കി എല്ലാവരും പുരുഷന്മാരുമാണെന്നാണ് തോന്നുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ പുരുഷ മേധാവിത്വത്തിൻ്റെ ഇടയിൽ സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അവരുടെ ശബ്ദത്തിന് വേണ്ടിയിട്ട് കിടന്ന് കയ്യും കാലും ഇട്ട് അടിക്കുകയാണ്. ആ സ്ത്രീകളുടെ ഇടയിൽ ഇപ്പോൾ എനിക്ക് ഈ ഒരു മൈക്ക് കിട്ടാൻ ഇത്രയും സമയം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആയത് എന്തുകൊണ്ടാണ്? എൻ്റെ കയ്യിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ അധികാരം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ 3 പേരോടും എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഭരണസിരാ കേന്ദ്രങ്ങളിൽ അവരുടെ കൈകടത്തിലുണ്ടെങ്കിൽ മാത്രമേ സമൂഹം ഇന്ന് നോക്കിക്കാണുന്ന പല പ്രശ്നങ്ങൾക്കും സ്ത്രീകളുടെ കണ്ണുകളിലൂടെ അതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ എന്നെ പോലെയുള്ള മനുഷ്യർക്ക് ഈ 2024 എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പിൽ വരുന്നത് എന്തുകൊണ്ട് 10 വർഷം എന്നുള്ളത് അതിന് വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്. കാരണം 2024 2029 സ്ത്രീകളെ ഒരു ടൂളാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ പുരുഷ മേധാവിത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്നെപ്പോലെയുള്ള മനുഷ്യർക്ക് എന്നാണ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്ന് നിങ്ങൾ 3 പേരും പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഞങ്ങളെ എന്നാണ് നിങ്ങളൊരു ഒരു മനുഷ്യനായി കണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞങ്ങൾക്കൊരു നോമിനേഷൻ വരുന്നത്? ഇവിടെ ചോദിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. കാരണം സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളതാണ്. സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് രാഷ്ട്രീയ പര്യാപ്തതയുണ്ട്, സാമ്പത്തികമായിട്ടുള്ള പര്യാപ്തത, അതിനകത്ത് ഗവൺമെൻറ്റിന് ചെയ്യേണ്ടതായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ്റിന് ചെയ്യുന്നതിന് അപ്പുറമായിക്കൊണ്ട് പ്രൈവറ്റ് സെക്ടറിനെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങളുണ്ട്. CSR ഫണ്ടുകൾ ഉപയോഗിച്ച് ചെയ്യേണ്ട, ഇതൊക്കെ പേരിന് വേണ്ടിയിട്ടുള്ള ചില ഉത്സവങ്ങൾ എന്നുള്ളതിനപ്പുറമായിട്ട് സമൂഹത്തിലെ എല്ലാ മേഖലയിലും അടിച്ചമർത്തപ്പെട്ട എന്ന് പറഞ്ഞ എല്ലാ മേഖലയിലും ഉണ്ട് അടിച്ചമർത്തപ്പെട്ടവർ. അപ്പോൾ അടിച്ചമർത്തപ്പെട്ടവരെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു പുത്തൻ രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് നോമിനേഷൻ കൊണ്ടുവരുമോ പാർട്ടികൾ കൂടിയാണ്. അതല്ല, അത് ഞാൻ ഇത് വളരെ കാരണം നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ സത്യത്തിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുള്ള ഒരാളാണ്. സത്യം പറഞ്ഞാൽ അവരെ എന്തിനു വേണ്ടി മാറ്റി നിർത്തുന്നു എന്നുള്ളതിനെക്കുറിച്ചും അനാവശ്യമായ ചർച്ചകളിലേക്ക് അവരെ വലിച്ചഴിക്കുന്നു എന്നുള്ള പലപ്പോഴും ടെലിവിഷൻ ചർച്ചകളിലും അടക്കം എനിക്ക് തോന്നാറുള്ളൊരു കാര്യമാണ്. കാരണം സുപ്രീം കോടതിയൊക്കെ അന്നൊക്കെ വന്നിരുന്ന് പറയാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ചർച്ച ചെയ്യേണ്ട യാതൊരു
വിഷയമല്ല ഇവിടെ. ഇവിടെ പൗരന്മാരെ ഒരുപോലെ കാണാൻ നമുക്ക് കഴിയണം. ഇന്ത്യൻ ഭരണഘടന പറയാത്തതിന് അപ്പുറം പറഞ്ഞ് അത് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു ഒരു വെപ്രാളമാണ് പല ഭാഗത്തു നിന്നും കാണുന്നത്. അതൊന്നും നല്ലതല്ല നമ്മുടെ സമൂഹത്തിന്. നമ്മൾ എല്ലാ വിഭാഗങ്ങളെയും അവരെ സ്വയം പര്യാപ്തരാക്കാൻ, അത് പൊളിറ്റിക്കലി, അത് ഫിനാൻഷ്യലി, സോഷ്യലി ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരേണ്ടത്. എനിക്ക് ഒരു കുഞ്ഞു മറുപടി, കാരണം ഇവിടെ ഒരു വല്ലാത്തൊരു വിഷയം ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ബഹുമാന്യനായ നമ്മുടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ശബ്ദം യൂട്യൂബ് അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ആളുകൾ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് കേസ് കൊടുക്കേണ്ടതാണ് എന്നുള്ളൊരു അഭിപ്രായം കൂടി ഞാൻ പങ്കുവയ്ക്കാം. എനിക്ക് നിങ്ങളോടൊപ്പം ഉള്ള കുട്ടികൾ തന്നെ അവർ തന്നൊരു നിവേദനം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടുള്ള മറുപടിയും കിട്ടിയിട്ടുണ്ട്. കുറേ ആളുകൾക്ക് ജോലി കൊടുക്കാനും എൻ്റെ ഒരു ചെറിയ എഫർട്ട് കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വരണം, നിങ്ങളും പൊതുപ്രവർത്തന രംഗത്തേക്ക് വരണം. ആരാണ് നിങ്ങളെ മാറ്റി നിർത്തുന്നത്? നിങ്ങൾ അസലായിട്ട് സംസാരിക്കണം, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ പോകണം, ജനങ്ങളുമായി. സ്ത്രീകളെ ഇത്രയും കാലം ആരാണ് മാറ്റി നിർത്തിയത്? അതേ ക്വസ്റ്റ്യൻ തന്നെ എനിക്കിപ്പോ ചോദിക്കാനുള്ളത്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നാണ് 2024 അല്ലെങ്കിൽ 2029 ട്രാൻസ് മനുഷ്യരെ എന്തെങ്കിലും നിങ്ങൾക്ക് നോമിനേറ്റ്, ഏത് പാർട്ടി ആവട്ടെ, പുരോഗമന പാർട്ടി ആയിട്ടുള്ള ടീച്ചറുടെ ഇടതുപക്ഷമാവട്ടെ, UDF ആവട്ടെ, നിങ്ങളുടെ BJP ആവട്ടെ, നിങ്ങൾക്ക് അതിനുള്ള തൻ്റെ ഇടവും ധൈര്യവും ഉണ്ടോ എന്നുള്ളത് മാത്രമേ എൻ്റെ ചോദ്യമുള്ളൂ. 2024-29 ഞങ്ങളുടെ ഒരു സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം പറയാവുന്ന, ഞാൻ വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല ചോദിച്ചത്, വളരെ ഡയറക്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ 3 പേരോട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ പറഞ്ഞ സമത്വം സ്ത്രീയും പുരുഷനും തമ്മിൽ സമത്വം മാത്രമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. സ്ത്രീ പുരുഷൻ എന്നുള്ളത് പോലെ തന്നെ ഒരു ലിംഗവിഭാഗമാണ് ട്രാൻസ്ജെൻഡേഴ്സും. അതിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള, അതിൻ്റെ അവാന്തര വിഭാഗത്തിൽ ഞാൻ പോകുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പൗരന്മാരെ മുന്നോട്ട് കൊണ്ടുവരിക? പൗരന്മാരുടെ മൊത്തത്തിലുള്ള ഉന്നമനത്തിൻ്റെ, സമത്വത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് ഇതും കാണാൻ പറ്റുള്ളൂ. തത്വശാസ്ത്രം പറഞ്ഞുകൊണ്ട് മാത്രമില്ല, കേവലമായിട്ട് അടുത്ത പാർലമെൻറ്റിൽ ഒരു ട്രാൻസ്ജെൻഡറിനെ നോമിനേറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നിടത്ത് നിൽക്കേണ്ട ഒരു കാര്യമല്ലത്. അങ്ങനെ ഒരാളെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് മാത്രം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനാകെ വലിയ മാറ്റം ഉണ്ടാകും എന്നല്ല കാണേണ്ടത്. ചെയ്യുന്നതിൽ വിരോധമില്ല, ചെയ്യാൻ പറ്റിയൊരവസരം വന്നാൽ ഏറ്റവും നല്ലത്. പക്ഷെ നമ്മൾ അതിനേക്കാൾ ഉപരിയായിട്ട് കാണേണ്ടത് ട്രാൻസ്ജെൻഡർ വിഭാഗം ഈ സ്വതന്ത്ര ഇന്ത്യയിൽ അനുഭവിച്ചു വന്നിട്ടുള്ള പ്രയാസങ്ങൾ എത്രയായിരുന്നു. എനിക്ക് പറയാൻ സാധിക്കുന്നത്, കഴിഞ്ഞ തവണ 5 വർഷക്കാലം ഞാൻ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു. സാമൂഹ്യനീതി വകുപ്പ് വിഭജിച്ചിട്ടാണ് വിമൻ ആൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു വകുപ്പ് 2017 ഉണ്ടായത്. സാമൂഹ്യനീതി വകുപ്പ് എന്ന് പറയുന്ന പ്രത്യേക വകുപ്പ് ഉണ്ടായത്. ആ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഉത്തരവാദിത്വം വൾണറബിളായിട്ട് നിൽക്കുന്ന ആളുകൾ, പ്രായം ചെന്നവർ, സ്ത്രീ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡർ വിഭാഗം, അവർ സമൂഹത്തിൽ ഇനിയും മുന്നോട്ട് വരേണ്ടവരാണ്, വന്നു കഴിഞ്ഞിട്ടില്ലാത്തവരാണ്. ഇവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വകുപ്പായിരുന്നു. ഓരോ വിഭാഗത്തിനും പ്രത്യേക പദ്ധതികൾ കൊണ്ടുവന്നു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് കഴിഞ്ഞ ഗവൺമെൻറ്, എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ട്രാൻസ്ജെൻഡർ കൗൺസിൽ രൂപീകരിച്ചു. അവർക്ക് പ്രത്യേകമായിട്ട് അതിൽ പ്രാതിനിധ്യം കൊടുത്തു. അവർക്കായിട്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു ഇടമുണ്ടാക്കി. അവർക്ക് വേണ്ടിയിട്ട് തുടർ വിദ്യാഭ്യാസ പദ്ധതികൾ കൊണ്ടുവന്നു. എനിക്ക് അറിയാം, ഒരുപാട് ആളുകൾ തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി നേരത്തെ പഠിക്കാൻ ട്രാൻസ്ജെൻഡറാണെന്ന് പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. അമ്മമാരും അച്ഛന്മാരും സപ്രസ് ചെയ്യുകയാണ്. ഒരു ഡോക്ടർ MBBS പാസ്സായി കഴിഞ്ഞതിന് ശേഷമാണ് സ്ത്രൈണഭാവം, സ്ത്രീയാണ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ഉള്ളിൽ വരുന്നത്. അപ്പോൾ കുടുംബക്കാരും ഉപേക്ഷിച്ചു. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നേരത്തെ പുരുഷനാണെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയതിനേക്കാൾ ശമ്പളം കുറച്ചു. സാധാരണ ആ ഒരു കൂലി വ്യത്യാസം ഡോക്ടർമാരുടെ മേഖലയിലില്ല. തുല്യ ജോലിക്ക് തുല്യ വേതനം അവിടെയുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ട്രാൻസ്ജെൻഡർ ആണെന്ന് കണ്ടപ്പോൾ ശമ്പളം എങ്ങനെയെങ്കിലും ഉപേക്ഷിച്ച് പോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കണം. ഞങ്ങളതിൽ ഇടപെട്ടു. ഞാൻ പേരും കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിവേചനം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അങ്ങനെയല്ല. ട്രാൻസ്ജെൻഡർ സ്ത്രീയെയും പുരുഷനെയും പോലെ തുല്യ അവകാശമുള്ള പൗരനാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിക്കണം സമൂഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവന്നു, തുടർ വിദ്യാഭ്യാസം കൊണ്ടുവന്നു. ഒരുപാട് ആളുകൾ 4ാം ക്ലാസ് തുല്യതയും 7ാം ക്ലാസ് തുല്യതയും പാസ്സായി 10ാം ക്ലാസ് തുല്യതയിലേക്കും +2 തുല്യതയിലേക്കും പ്രവേശിച്ചു കഴിഞ്ഞു. ഡോക്ടർ ശ്രീലത അടക്കമുള്ള പ്രൊഫസർ ശ്രീകല അടക്കമുള്ള ആളുകൾ അതിന് നല്ല പ്രോത്സാഹനം കൊടുത്ത് അവരെ പഠിപ്പിക്കുന്നതിന് തയ്യാറായി. സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൊണ്ടുവന്നു. ഈ പറയുന്ന മെട്രോവിൽ ഞാൻ ശോഭയോട് അങ്ങനെ ഒരു തർക്കത്തിന് എനിക്ക് വയ്യ. കാരണം
വളരെ ബാലിശമായിട്ട് തർക്കിക്കുകയാണ് ശോഭ. അങ്ങനെ തർക്കിക്കാൻ ഞാനില്ല. ശോഭ പ്രധാനമന്ത്രി കേന്ദ്രം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പറയുന്ന കാര്യം അതിന് മുൻപ് എനിക്ക് പറയാൻ പാടില്ല എന്നുണ്ടോ പറയേണ്ടി വരുന്നത്? ഓക്കെ അത് അങ്ങനെ ടീച്ചർ സംസാരിക്കുന്നത് സ്കിൽ ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് സ്കിൽ ഡെവലപ്മെന്റ്. ഓക്കെ റൈറ്റ്. അവർക്ക് എത്രമാത്രം കൂടുതൽ കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കും അത് നമ്മുടെ 3 പാർട്ടികളും ചേർന്ന് തീരുമാനമെടുക്കണമെന്നാണ് ആ കുട്ടി പറഞ്ഞത്. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഞങ്ങൾ കൂടെ ഉണ്ടാകും. തീരുമാനങ്ങളാണ് ശോഭ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പൂർണ്ണമായില്ല. അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് വളരെ കർശനമായിട്ടുള്ള തീരുമാനങ്ങൾ ഇതിൽ എടുത്തേ മതിയാവുള്ളൂ. ഒരു സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കുന്ന ഒട്ടേറെ നടപടികൾ എടുത്തതിന്റെ വസ്തുതയാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ റൈറ്റ്. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു ചാനലുകാര് ആൾക്കാരെ ഇരുത്തി തല്ലിപ്പിക്കുക എന്നുള്ള ഒരു അപവാദം ഓൾറെഡി കേൾക്കാറുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വഴക്കല്ലെങ്കിൽ പോലും അതൊരു സ്ത്രീ ആയി എന്നുള്ളത് കൊണ്ട് തർക്കിക്കാൻ പാടില്ല എന്ന ഒരു നിയമസംഹിതയും ഇല്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് 3 പേരോട് ചോദിക്കാനുള്ളൊരു കാര്യം, നമ്മളൊക്കെ തുല്യപ്രാതിനിധ്യത്തെക്കുറിച്ചും സ്ത്രീകളുടെ സംവരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിപ്പിക്കുകയും ഈ പ്രാദേശിക തലം മുതൽ നമ്മൾ സ്ത്രീകളെ സംവരണത്തിലൊക്കെ മത്സരിപ്പിക്കാറുണ്ട്. പക്ഷെ അവിടെ എല്ലാം തന്നെ അവരുടെ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നതും വെറും ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഒരു വനിതാ പ്രാതിനിധ്യമുള്ള അല്ലെങ്കിൽ ഒരു മെമ്പറെ കാണുന്നത്. അവർക്ക് അവിടെ ഒരു പദ്ധതി പാസ്സാക്കാൻ ഒരു ഒപ്പിടാൻ മാത്രമാണ് കേവലം ഉപയോഗപ്പെടുത്തുന്നത്. ഈ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഇനി വരുന്ന പഞ്ചായത്ത് ത്രിതല തിരഞ്ഞെടുപ്പുകളെങ്കിലും മാറ്റമുണ്ടാവോ എന്നുള്ളൊരു ചോദ്യം. കേരളത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്ത്രീകൾ കേൾക്കേണ്ട അഞ്ജലി. കാരണം ഈ വാദം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. സെക്രട്ടറി ചൂണ്ടിക്കാണിക്കെടുക്കുന്ന ഒപ്പിടുന്നവരാണ് കേരളത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്ത്രീകൾ. അതുപോലെ പുരുഷന്മാരായ വൈസ് പ്രസിഡന്റുമാരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവർ അങ്ങനെയൊക്കെ ആക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ കേരളത്തിലെ സ്ത്രീകൾ വളരെ ശക്തരായിട്ട് ഒരു പഞ്ചായത്തിനെ നയിക്കാൻ കഴിയുന്ന, ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ആർജവമുള്ള ഭരണാധികാരികളാണ് കേരളത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ. അതുപോലെ ജനപ്രതിനിധികളായിട്ടുള്ള സ്ത്രീകൾ. അപവാദം ഉണ്ടാകാം, ഏതെങ്കിലും ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് കേരളത്തിലെ സ്ത്രീകളുടെ ആ വളർച്ചയെ നമ്മൾ കുറച്ച് കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ ST/SC വിഭാഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വീടിന് വേണ്ടിയുള്ള ഫണ്ടുകളല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനി വരുന്ന ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പെല്ലാം കഴിയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമോ? ഞങ്ങൾക്ക് വേണ്ടത് ഫ്ലാറ്റുകളല്ല, ഞങ്ങൾക്ക് കൃഷിയോഗ്യമായ ഭൂമിയും ജീവിക്കാൻ ആവശ്യമായ പാർപ്പിട സൗകര്യം, അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ്. ഇതിനെന്തെങ്കിലും കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ചോദ്യം. അമ്മിണി കെ വയനാട് വളരെ അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകയാണ്. ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതൊക്കെ. ഞാനിപ്പോൾ ആ ചോദ്യത്തെയൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം നമ്മളിപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കാൻ പറ്റത്തില്ല. ആദ്യത്തെ ചോദ്യം അതുകൊണ്ട് എനിക്ക് ഇടപെടണമെന്ന് തോന്നിയതാണ്. കാരണം പറഞ്ഞത് ഇപ്പോൾ എല്ലാ വനിതാ അംഗങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്ന ആ ഒരു ഡയറക്ഷൻ അപ്പുറമായിട്ട് സ്വന്തമായി ചിന്തിച്ച് അവർക്ക് വോട്ടിങ്ങിൽ പങ്കെടുക്കാനും അഭിപ്രായം പറയാനും എല്ലാ പഞ്ചായത്തുകളിലുമുള്ള മെമ്പർമാർക്ക്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് അനുവാദം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന അംഗങ്ങൾക്ക് അനുവാദം കിട്ടുന്നത് പൂർണ്ണമായിട്ടുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം അങ്ങനെ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ഇപ്പോഴും കുറേ പരിമിതികളുണ്ട്. അത് അനാവശ്യമായ ഇടപെടലുകൾ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഞാനതിനെ പൂർണ്ണമായി നിഷേധിക്കലല്ല. അത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാരായ ചില മെമ്പർമാരും ഞാൻ പറയട്ടെ, ചിലപ്പോൾ അത്ര ഇടപെടലിന് വിധേയമാകുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾ കൂടുതൽ ഉണ്ടാവാം. എന്നാൽ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാരും അങ്ങനെ കഴിവില്ലാത്തവരാണെന്ന് നമുക്ക് പറയാം. ടീച്ചറെ, കഴിവുള്ളവരാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ടുണ്ടാകുന്ന പ്രത്യേകിച്ച് സഹകരണ ബാങ്കുകളിൽ അതിൻ്റെയൊക്കെ ദുരന്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണവും ഞാൻ പറയുന്നില്ല. കാരണം സ്വന്തമായിട്ട് ഒരു സമയം വരുമ്പോഴത്തേക്ക് ഇപ്പോഴും നിൽക്കുക. കാരണം സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നു, അവർ പറയുന്നിടത്ത് ഒപ്പിടുന്നു, അവർ പിന്നെ അവരുടെ പണിക്ക് പോകണു. അത് കഴിഞ്ഞുണ്ടാകുന്ന ദുരിതങ്ങൾ പോലും സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നതും ഈ കേരളത്തിലാണ് എന്നുള്ളത് ഒരു ജീവിച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മാറ്റണം. ഈ പറഞ്ഞത് ഈ പദ്ധതികൾ കൊണ്ടുവരണം. വീടുകൾ മാത്രമല്ല, കൃഷിയിടങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്ന അതാണ് സത്യത്തിൽ ഏറ്റവും വലിയ വിപ്ലവം. ആ വിപ്ലവത്തിനൊപ്പം നിൽക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബാധ്യസ്ഥരാണ്. എൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ തീർച്ചയായിട്ടും ഈ അഭിപ്രായം അറിയിക്കേണ്ട വേദികളിൽ അറിയിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം ഞാനിവിടെ നടത്തുകയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലെ പ്രാദേശിക തലങ്ങളിൽ നല്ല കഴിവും പ്രാപ്തിയും തെളിയിച്ചിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ് അവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിയിലായിക്കോട്ടെ. അപ്പോൾ അവർക്ക് അങ്ങനെ ഏതെങ്കിലും ഇടങ്ങളിൽ ചെറിയ ദുരനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അവർ അതിജീവിക്കും. അവർ അതിജീവിച്ച് തന്നെ കയറി വരും. അവർക്കിടയിൽ നിന്ന് നല്ല നല്ല സ്ത്രീകൾ, അതായത് കഴിവും പ്രാപ്തിയും തെളിയിച്ച്
കക്ഷിക്കും രാഷ്ട്രീയത്തിനും അതീതമായിട്ട് ജനങ്ങളെ നോക്കാൻ താല്പര്യമുള്ള സ്ത്രീകൾ തന്നെ MLA-മാരാകാനും MP-മാരാകാനും ഒക്കെ യോഗ്യരായിട്ടുള്ളവർ കേരളത്തിൽ ഇപ്പം തന്നെ ഈ പഞ്ചായത്ത് രാജിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കയറി വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചയാണ്. താങ്കളോടാണ് അടുത്ത ചോദ്യം. നമ്മൾ കുടുംബശ്രീ സംവിധാനത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് നമ്മുടെ BJP-യുടെ പ്രതിനിധിയോട് ചോദിക്കുന്നത്. മാഡം പറഞ്ഞു ഇവിടെ നമ്മുടെ കുടുംബശ്രീ സംവിധാനം നമ്മുടെ വാജ്പേയി ഉദ്ഘാടനം ചെയ്തു എന്നും കുടുംബശ്രീ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളാണെന്നും പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ഇതിൽ 25 വർഷമായി ഇപ്പോൾ കുടുംബശ്രീ സംവിധാനത്തിന് മുന്നോട്ട് പോകുന്നത്. ആലപ്പുഴ മോഡൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് അറിയപ്പെട്ടിട്ടുള്ളത്. കേരളം മാറി ഭരിച്ചിരുന്ന സർക്കാരുകൾ ആണ് അതിന് ഫണ്ടിങ് ഒക്കെ വെച്ച് ഇന്ന് നിങ്ങൾ ഈ പറയുന്ന വുമൺ പൊളിറ്റിക്കൽ എന്നുള്ള രീതിയിലേക്ക് ഏറ്റവും നന്നായി പറയാൻ പറ്റുക ഞങ്ങളുടെ കുടുംബശ്രീ സംവിധാനത്തിനാണ്. നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ഓരോ സ്ത്രീകളും, നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവട്ടെ, ഏതൊരു തലത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും നമ്മുടെ സ്ത്രീകളെയാണ് എന്താ പറയുക നിർത്തുന്നത്. ഇപ്പം ഇലക്ഷനിൽ കൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ നിർത്തുള്ളത്. അതിന് കാരണമുണ്ട്. കാരണം ത്രിതല സംഘടനാ സംവിധാനം കൃത്യമായി പഠിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നമ്മുടെ കുടുംബ സംവിധാനമാണ്. അതിന് ഒരുപാട് ഫണ്ടിങ് പല രീതിയിലും നമ്മുടെ കേരളം മാറി ഭരിച്ചിട്ടുള്ള സർക്കാരുകൾ UDF ആവട്ടെ നമ്മളെ LDF ആവട്ടെ തന്നിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ കൃത്യമായ മൈക്രോ പ്ലാൻ നിലവിൽ അയൽക്കൂട് തലം മുതൽ മൈക്രോ പ്ലാനുകൾ വെച്ചിട്ടാണ് നമ്മുടെ സ്ത്രീകൾ മുന്നേ. അതുകൊണ്ട് തന്നെയാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് ഇപ്പം ഭർത്താക്കന്മാർ പറഞ്ഞ് സൈൻ ചെയ്യുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്മാർ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് കൃത്യമായി ഉറപ്പ് പറയാൻ ഞങ്ങളെ കുടുംബ സംവിധാനത്തിന് കഴിയും. കാരണം അവർ CDS ലെവലിൽ ഒരു പഞ്ചായത്ത് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്, പഠിക്കുന്നത്. അവരുണ്ടാക്കുന്ന മൈക്രോ പ്ലാനാണ് പഞ്ചായത്ത് നടപ്പാക്കുന്നത്. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ ഈ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് ഇത് വന്നതെന്ന് പറയുകയാണെങ്കിൽ ഇന്ന് ലോകത്തിന് തന്നെ മാതൃക കേരളത്തിലെ കുടുംബശ്രീ സംവിധാനമാണ്. അവിടേക്ക് പഠിക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ആളുകൾ വരുന്നത്? അവിടെ ഉണ്ടാവേണ്ടതാണല്ലോ. അപ്പം കുറച്ച് വർഷങ്ങളായി നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആ രീതിയിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ കുടുംബ സംവിധാനം പോലുള്ള സംവിധാനം കൊണ്ടുവരികയാണെങ്കിൽ, ഇപ്പം മണിപ്പൂർ ഇപ്പം അടുത്ത കാലത്താണ് കേരളത്തിലേക്ക് കുടുംബശ്രീ പഠിക്കാൻ വന്നിട്ടുള്ളത് പല പഞ്ചായത്തുകളിലും. അപ്പോൾ അരുണാചൽ പ്രദേശ് അങ്ങനെ ഒഡീഷയിൽ നിന്ന് ഒക്കെ പഠിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പഠനം നമ്മളെ കേരളത്തിൽ നടക്കാൻ വരുന്നത് എന്തുകൊണ്ടാണ്? മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിപ്പിക്കാൻ നമ്മുടെ NROമാരായിട്ട് നമ്മുടെ സ്ത്രീകൾ പോകുന്നുണ്ട് കേരളത്തിനെ പ്രതിനിധീകരിച്ച്. ഒന്നത് അപ്പം എന്താണ് ഇതിനൊരു ക്ലാരിറ്റി തരേണ്ടതുണ്ട്. കാരണം ആരാണ് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇതൊരു കേരള മോഡൽ എന്നാണ്. കേരളത്തിൽ നമുക്ക് ഇപ്പം കുടുംബശ്രീ സംവിധാനം 25 വർഷമായിട്ട് അതിൻ്റെ വലിയ മുന്നേറ്റം സാമ്പത്തിക ആരോഗ്യ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്ലേസ് ഉണ്ട്, ഇപ്പോഴും പ്ലേസ് ഉണ്ട്. പക്ഷെ അവിടെ സ്പേസാണ് സ്ത്രീകൾക്ക് ഇല്ലാണ്ടിരുന്നത്. ആ സ്പേസിലേക്കാണ് നമ്മൾ ഒരുപാട് സ്ത്രീകളെ ഇപ്പോൾ കരുത്തരാക്കി കൊണ്ടുവിടുന്നത്. ആ സ്പേസിൽ വരുമ്പോൾ നമ്മുടെ ഈ 33% സംവരണം നടപ്പാക്കി കാണിക്കാൻ ഈ 3 പേരോടും നിങ്ങൾ പ്രതികരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതിൽ ഞാൻ വളരെ ആധികാരികമായിട്ട് പറയുന്നു, അടൽ ബിഹാരി വാജ്പേയി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് സ്ത്രീ ശാക്തീകരണ പ്രക്രിയയുടെ പേര് കേരളത്തിലിട്ടു കുടുംബശ്രീ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. അത് ഒന്ന് നിങ്ങളെ പഠിപ്പിച്ച ആളുകളുണ്ടല്ലോ, അതായത് കുടുംബശ്രീ കേരളത്തിൻ്റെ മാത്രമാണ് എന്ന് പഠിപ്പിച്ചവരോടാണ് ആ ചോദ്യം ചോദിക്കേണ്ടത്. പിന്നെ രണ്ടാമത്, വളരെ വ്യക്തമായി അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ഈ കുടുംബശ്രീ രാഷ്ട്രീയവൽക്കരിക്കാനേ പാടില്ല. അതായത് കുടുംബശ്രീ പദ്ധതിയിലൂടെ സ്ത്രീകൾ വരുന്നത് എല്ലാ പാർട്ടികളിൽ നിന്നുമുള്ള ആളുകൾ വരികയും അതിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഇപ്പോൾ ചില പാർട്ടികളുടെ സമ്മേളനങ്ങളിലേക്ക് വരെ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കൊണ്ടുപോകുന്ന ഒരു കേരളമാണിത്. അങ്ങനെ മാറാനല്ല കുടുംബശ്രീ എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾക്ക് സ്വയം തൊഴിലുണ്ടാക്കാൻ, അവർ മേക്ക് ഇൻ ഇന്ത്യയിലും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലും വിമൺ എംപവർമെൻറ്റിലും ഒക്കെ പ്രവർത്തിക്കാനും ഇടപെടലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുടുംബശ്രീയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവർ സമൂഹത്തോട് പ്രതിബദ്ധത കാണിക്കാൻ പാടില്ല എന്ന് ആർക്കും അഭിപ്രായമില്ല. അങ്ങനെ പ്രതിബദ്ധത നിങ്ങൾക്ക് കാണിക്കാം. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി കുടുംബശ്രീയുടെ അംഗങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. കുടുംബശ്രീക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയമുണ്ട്. അത് സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ്. 25 വർഷം അത് വളരെ നല്ലതാണ്. സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് രാഷ്ട്രീയമല്ല, കോൺഗ്രസ് രാഷ്ട്രീയമല്ല, ലീഗ് രാഷ്ട്രീയമല്ല, BJP രാഷ്ട്രീയമല്ല. അത് സ്ത്രീപക്ഷ രാഷ്ട്രീയം. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യും. നമ്മുടെ ആക്ഷൻ പ്ലാൻ ശരിയാക്കുമ്പോൾ ഒരു രാഷ്ട്രീയത്തിലേക്കല്ല കുടുംബശ്രീ മുഴുവൻ അംഗങ്ങളെയാണ് പ്രതിനിധീകരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. അങ്ങനെ വേണമെന്ന് തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്. അതിവിടെ ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ ചർച്ച ആവശ്യമില്ല. കൃത്യമായിട്ട്
കുടുംബശ്രീയിൽ നിന്ന് സ്ത്രീകൾക്ക് ഗുണം കിട്ടാൻ വേണ്ടി തന്നെയാണ് രാജ്യത്തിന്റെ ഭരണകൂടം അത് ചിന്തിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അവസാനിപ്പിക്കാം. ശോഭ പറയുമ്പോ എല്ലാം രാജ്യത്തിന്റെ ഭരണകൂടം ടീച്ചർ, ആരാണ് സ്ത്രീ ശാക്തീകരണ പ്രക്രിയ കൊണ്ടുവന്ന് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആരാണ് പ്രധാനമന്ത്രി? അന്ന് പ്രധാനമന്ത്രിയെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ മര്യാദയെല്ലാം വെച്ച് അത് ചെയ്യുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകട്ടെ എന്ന് കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വാജ്പേയി കൊണ്ടുവന്ന പരിപാടിയാണ് ശോഭ ഒരു മിനിസ്റ്റർ എന്നുള്ള ക്ഷണിച്ചിട്ടുണ്ട്. ഒരു മുൻ മന്ത്രി എന്നുള്ള രീതിയിൽ കേരളത്തിലെ ജനങ്ങളോട് കാപട്യം പ്രചരിപ്പിക്കരുത് കേട്ടോ. അത് ശരിയായിട്ടുള്ള നടപടിക്രമം. തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ട് എനിക്ക് 3 പേരോടും ചോദിക്കാനുണ്ട്. അതിന് അവസരം തരണം. എനിക്ക് ഒന്നാമത് ചോദിക്കാനുള്ളത് പിന്നെ BJP പ്രതിനിധിയായ ശോഭാ സുരേന്ദ്രനോടാണ്. നേരത്തെ കുസുമൻ ടീച്ചർ ചോദിച്ച അതേ ചോദ്യം, പക്ഷേ ഒരു ഉത്തരം കിട്ടിയില്ല. കാരണം ഈ വനിതാ സംവരണ ബില്ല് പാസ്സാക്കുകയും ആ നിയമം കൊണ്ടുവന്നു എന്ന ക്രെഡിറ്റ് BJPക്കുണ്ട്. പക്ഷേ അത് സ്ത്രീകളെ പറ്റിക്കാനായിരുന്നില്ലേ? അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് പാസ്സാക്കിയത് അല്ലെങ്കിൽ നിയമം കൊണ്ടുവന്നത് എന്നുള്ള വോട്ട് തട്ടാൻ. അതിൻ്റെ കാരണം, ഒന്നാമത്തെ കാരണം ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ ആവശ്യമുണ്ടോ? മറ്റൊന്ന് മണ്ഡല പുനർനിർണയം 1972 മുതൽ രാജ്യത്ത് തർക്ക വിഷയമാണ്. അത് നടപ്പിലാകുമെന്നുള്ള പ്രതീക്ഷ, ഈ അടുത്തൊന്നും നടപ്പിലാകുമെന്നുള്ള പ്രതീക്ഷയില്ല. ഈ മണ്ഡല പുനർനിർണയം മാത്രമല്ല, ഇത് റൊട്ടേഷൻ അടിസ്ഥാനത്തിലാണെങ്കിൽ മണ്ഡല പുനർനിർണയത്തിന്റെ ആവശ്യവുമില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു പറ്റിക്കൽ ആയിരുന്നില്ല. അതിനൊറ്റ വരി ഉത്തരമേയുള്ളൂ. ഇത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഭരണകൂടവും ശ്രീമാൻ രാഹുൽ ഗാന്ധിയോട് 12 തവണ മുൻ നിയമവകുപ്പ് മന്ത്രി ശ്രീമാൻ രവിശങ്കർ പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തി പ്രതിപക്ഷത്തെ കൂടി ഐക്യദാർഢ്യത്തിൽ എടുത്തുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഇത്രയും ആശങ്കയുടെ ആവശ്യമില്ല. അത് നേരത്തെ ആകാമായിരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അത് നടപ്പിലാകാൻ പോകുന്ന കാര്യമാണ്. 5 കൊല്ലവും 10 കൊല്ലവും കാത്തിരിക്കേണ്ടി വരില്ല. ഓക്കെ, ശരി. അടുത്ത ഈ ഇന്ത്യയിലെ 15 സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ MLA-മാരുടെ എണ്ണം കൂടുതലുള്ള സംസ്ഥാനങ്ങൾ. ഇന്ത്യയിൽ 15 സംസ്ഥാനങ്ങളുണ്ട്. നമ്മൾ ഈ പറയുന്ന പുരോഗതി, കേരളത്തിൻ്റെ ഒരുപാട് പുരോഗതി, അതിനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്കൊക്കെ അറിയാൻ ചെയ്യാൻ കേട്ടില്ല. പക്ഷേ അല്പമെങ്കിലും നമുക്ക് ആത്മാഭിമാനം മുറിപ്പെടുന്നുണ്ടോ? 15 പേര് നമ്മളെക്കാൾ മുമ്പിലുള്ള ഉണ്ട് എന്നുള്ളത്. ഒരു ചോദ്യം കൂടി എനിക്കുണ്ട്. നേരത്തെ പിന്നെ ശൈലജ ടീച്ചർ പറഞ്ഞു, അതായത് സ്ത്രീകൾ മത്സരിക്കുന്ന സമയത്ത്, അതായത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ത്രീകളും ഒരു പുരുഷനൊപ്പം മത്സരിക്കുമ്പോൾ ഒരു പക്ഷേ തോറ്റുപോകാമെന്ന്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അവർക്ക് 42 പാർലമെൻറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ 42 സീറ്റിൽ 17 സ്ത്രീകളെ അവർ മത്സരിപ്പിച്ചു. അതിൽ 29 പേര് ജയിച്ചതിൽ 9 പേരെ ജയിപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞു. 42-ൽ 17 പേരെ മത്സരിപ്പിച്ചിട്ട്. അതുപോലെ RJD ബിജു ജനതാദൾ മത്സരിപ്പിച്ചിട്ടുണ്ട്. 21-ൽ 7 സ്ത്രീകളെ മത്സരിപ്പിച്ച് 5 പേരെയും ജയിപ്പിക്കാൻ കഴിയും. കേരളത്തിൽ മാത്രമാണോ ഈ പ്രശ്നം? ആദ്യത്തേത് ശ്രീ ഷാൻമോൾ ചോദിച്ചത്. ഇത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളെയൊന്നും എതിർക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഒരു സംശയം വേണ്ട. ഇവിടെ അനാവശ്യമായിട്ടുള്ളൊരു പുരുഷ മേധാവിത്വം അടിച്ചേൽപ്പിക്കുമ്പോൾ സ്ത്രീകൾ അതിനെ, അതായത് പാർട്ടിയിലുള്ള സ്ത്രീകളടക്കം രാഷ്ട്രീയ നേതൃത്വത്തോട് ശക്തമായിട്ട് പോരാടണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അതില്ലാതെ വരുന്നത് കൊണ്ട് തന്നെ ഒരു സംശയം വേണ്ട. അതിനകത്ത് നമുക്ക് ഇനിയും പോരാടാനുണ്ട്. ആരോടൊക്കെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, വ്യവസ്ഥിതിയോട് പോരാടാൻ പലപ്പോഴും ആളുകൾ പിന്നോട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ഒരുപാട് സൗഹൃദങ്ങളുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ട്. അവർക്കൊക്കെ തന്നെ അഭിപ്രായം പറയുന്നതിന് വേണ്ടിയുള്ള വിലക്കുകളുണ്ട്. അതെത്ര ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അഭിപ്രായം പറയുന്നതിന് വിലക്കുകളുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉള്ളത്. പക്ഷെ അതിനെ നമ്മൾ എത്രത്തോളം മുറിച്ച് കടക്കുന്നു എന്നുള്ളിടത്ത് തന്നെയാണ് സ്ത്രീകളുടെ ഇത്തരം കാര്യങ്ങളുള്ള വിജയം. കാരണം രാഷ്ട്രീയം ഇപ്പോൾ എനിക്കറിയില്ല, തെരഞ്ഞെടുപ്പ് സമിതികളിൽ എത്ര അംഗങ്ങളുണ്ട്, വനിതകൾ അംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ നയരൂപീകരണ സമിതികളിൽ എത്ര വനിതാ അംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പദവികളിലേക്ക് എത്ര സ്ത്രീകളെ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമല്ല, സ്ത്രീകൾക്കൊരു സ്വത്വബോധം നിലനിർത്തിക്കൊണ്ട് ഇടപെടാൻ കഴിയുന്ന എത്ര അവസരങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്നുണ്ട്, അതിന് ചോദ്യം ചെയ്യാൻ. ഇതിലെ സ്ത്രീകൾക്ക് അവസരം കൂടുതൽ തീരുമാനമെടുക്കുന്ന വേദികളിൽ ഉണ്ടാവണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ കാര്യത്തിൽ നമ്മളെല്ലാം ഒരേ അഭിപ്രായക്കാരാണ്. ഇത് പോരാ. പ്രത്യേകിച്ച് പാർലമെൻറ്റിലും അസംബ്ലിയിലും കൂടുതൽ പങ്കാളിത്തം ഉണ്ടാവണം.
പഞ്ചായത്തുകളിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞല്ലോ. 50% സംവരണം പറഞ്ഞിട്ട് 52-53% കേരളത്തിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. അതുപോലെ പാർലമെൻറ്റിലും അസംബ്ലിയിലും വരണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതേ അഭിപ്രായം എന്നാണ് എൻ്റെ പാർട്ടിക്കും അഭിപ്രായം തന്നെയാണ്. പക്ഷേ സംവരണമില്ലാത്തപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചയെല്ലാം നടത്തി അവസാനമായിട്ട് വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും പകുതി എന്നുള്ള നിലയിൽ വരുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സംവരണം വന്നാൽ നിർബന്ധമായിട്ടും അതുണ്ടാകും. അതുകൊണ്ടാണ് നമ്മളെല്ലാം സംവരണത്തിന് വേണ്ടി വാദിക്കുന്നത്. രണ്ടാമത്തത്, നിങ്ങൾ എവിടെയെങ്കിലും ചൂണ്ടിക്കാണിച്ച് അവിടെ ഇത്ര സ്ത്രീകൾ MLA ആണ്, അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് സ്ത്രീയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനാകെ നമ്മൾ വിചാരിക്കുന്ന മാറ്റം ഉണ്ടാവില്ല. പോളിസി വളരെ പ്രധാനപ്പെട്ടതാണ്, നടപ്പിലാക്കുന്ന പ്രായോഗിക പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഇത്ര MLA-മാരെ ആക്കി എന്ന് പറയുന്നതോടൊപ്പം പരിശോധിക്കേണ്ട വസ്തുത, ബംഗാളിലെ സ്ത്രീ സമൂഹത്തിൽ നേരത്തെ ഉണ്ടായതിനേക്കാൾ വലിയ മാറ്റം ഇത്രയും MLA-മാർ വന്നപ്പോൾ എന്താണ് ഉണ്ടായത്, അല്ലെങ്കിൽ പിന്നോട്ട് പോയോ എന്നൊരു പരിശോധന അവിടെ ആവശ്യമാണ്. കേരളത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ പറഞ്ഞു, കേരളത്തിൽ നല്ല സ്ത്രീ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ഈ പുരുഷ മേധാവിത്വപരമായിട്ടുള്ള സമൂഹത്തിൻ്റെ ചില സ്വഭാവങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല. അതിനോടാണ് നമ്മൾ പോരാട്ടം നടത്തുന്നത്. രാജ്യം ഒന്നടങ്കം അതിന് വലിയ മാറ്റം ഉണ്ടാകുന്ന രീതിയിൽ ഇടപെടുമ്പോഴാണ് സംസ്ഥാനങ്ങൾക്കും കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ആ പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടാൻ സാധിക്കുക. അതുകൊണ്ട് സ്ത്രീകളുടെ എണ്ണം കൂടിയതുകൊണ്ട് മാത്രം പോളിസിയിൽ മാറ്റം ഉണ്ടാവുന്നില്ലെങ്കിൽ അത് ഗുണപരമായി പ്രതിഫലിക്കില്ല എന്നുകൂടി കാണാൻ നമുക്ക് സാധിക്കും. തീർച്ചയായും ആണധികാര രാഷ്ട്രീയത്തിൻ്റെ ഇരകളാണ് ഇവിടെ ഇരിക്കുന്നവരെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവരെല്ലാവരും മുസ്ലിം സ്ത്രീകളുടെ വോട്ട് വാങ്ങി വിജയിച്ചവരാണ്. ആ സ്ത്രീകൾ നിശബ്ദരാക്കപ്പെട്ടു പോയി. ഒരു സ്ത്രീ, ഒരു വലിയൊരു നേതാവ്, ഒരു മതസംഘടനാ നേതാവ് മുസ്ലിം സ്ത്രീകളെ മൊത്തത്തിൽ സ്ത്രീകളെ ആക്ഷേപിച്ചിട്ട്, തട്ടമിടാത്ത സ്ത്രീകളൊക്കെ തന്നെ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന് ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ട് ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ നിശബ്ദരാക്കപ്പെട്ടു പോയി. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളായി മാറിയിരിക്കും ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ 33% 50% കിട്ടിയാലും യാതൊരു ഗുണവും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ നേരത്തെ ഇവരോട് ചോദിച്ചതിനുള്ള കൃത്യമായ മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകളുടെ സ്വത്തവകാശം ഇവരെല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു. പിന്നെ ഭരണഘടനയുടെ ലിംഗസമത്വം, എന്നിട്ട് ഒരു മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന പിന്തുടർച്ചാവകാശത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ ഈ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ഒരു സ്ത്രീകൾക്കും സാധ്യമല്ല. ഓക്കെ, ആ വിഷയത്തില് സ്റ്റേറ്റ്മെന്റ് ജില്ലക്കകത്ത് ഒതുക്കിയതാണ്. ഞാൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് മാധ്യമ സുഹൃത്തുക്കളെ ഒരു ജില്ലയിൽ ഒതുക്കി. അത് എൻ്റെ കുറ്റമല്ലല്ലോ. ഇതിൽ മതപരമായിട്ടുള്ളൊരു ധ്രുവീകരണം ഉണ്ടാക്കി പൊതുവായിട്ട് ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കുന്ന പുരോഗമന പദ്ധതികൾ കൂടി അട്ടിമറിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇത്തരം പരാമർശങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴും മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശം ആര് നടത്തിയാലും അത് ശരിയല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അത് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമാണ് അങ്ങനെ നടത്തുന്നതെന്ന് വരുത്തി തീർത്ത് ഒരു വിഭാഗത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് രീതിയിലുള്ള അതിക്രമം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് നമുക്ക് ചിലപ്പോൾ പ്രത്യേകമായിട്ട് അത്തരം കാര്യങ്ങളിൽ പറയാൻ സാധിക്കാത്തത്. അതുകൊണ്ട് വളരെ ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള എല്ലാ എതിരായിട്ടും ഉണ്ടാകണം. അത് പറയുമ്പോൾ ഇന്നത്തെ സമൂഹത്തിനകത്ത് ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഇകഴ്ത്താൻ വേണ്ടി മാത്രമായി പോകരുത് അത് എന്ന ബോധവും നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വർത്തമാനകാലം നമ്മെ പഠിപ്പിക്കുന്നത്. കുറച്ച് കാലങ്ങളായി നിയമമേഖലയിൽ പ്രവർത്തിക്കുകയും സ്ത്രീപക്ഷ നിയമങ്ങളെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സ്ത്രീപക്ഷ നിയമങ്ങൾക്ക് ഈ രാജ്യത്തിനകത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഈ വനിതാ സംവരണവും ഒരു സ്ത്രീപക്ഷ നിയമമായിട്ടാണ് പാർലമെൻറ്റിനകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 1960 അവതരിപ്പിച്ച ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, ഡൗറി ഇപ്പോഴും നിർബാധം തുടരുകയാണ്. 2005 ഡൊമസ്റ്റിക് വയലൻസ് ഈസ് എ വയലൻസ് എന്ന് നമ്മുടെ രാജ്യം അംഗീകരിക്കാൻ പോലും തയ്യാറായത്. ഡൊമസ്റ്റിക് വയലൻസ് ഇപ്പോഴും നമ്മുടെ വീടുകൾക്കകത്ത് സംഭവിക്കുന്നുണ്ട്. പ്രിവെൻഷൻ പ്രൊഹിബിഷൻ വർക്ക് പ്ലേസ് സെക്ഷൽ ഹരാസ്മെൻറ്റ്, ഇപ്പോഴും വർക്ക് പ്ലേസ് സെക്ഷൽ ഹരാസ്മെൻറ്റ്. എന്നാലും നിയമം എന്നുള്ള നിലയ്ക്ക് അതൊരു ആയുധമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളപ്പോഴും എന്തുകൊണ്ടാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനകത്ത് ഇത്രയും വലിയ പരാജയം ഈ രാജ്യത്തിന് സംഭവിച്ചത് എന്നുള്ളത് മുന്നിൽ നിർത്തിക്കൊണ്ട് വേണം വനിതാ സംവരണ ബില്ലിന് എന്ത് സംഭവിക്കും എന്നുള്ളത് കൂടി നാം ആലോചിക്കാൻ വേണ്ടി. ഒരു നിയമം
അത് നടപ്പിലാക്കുന്ന സംവിധാനങ്ങൾക്ക് ഇച്ഛാശക്തി ഉണ്ടാകണമെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ഉൾക്കൊള്ളാൻ സാധിക്കണം, ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയണം. എന്നാലേ എക്സിക്യൂഷൻ ഫലപ്രദമാവുള്ളൂ. ഈ ഒരു നിയമം തന്നെ വരുന്നത് അത് ഈ ഉടനടി നടപ്പിലാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല എന്നുള്ളതാണ്. സ്ത്രീപക്ഷമായി ചിന്തിക്കുന്ന ഒരു രാജ്യത്തെ നയിക്കുന്നതിന് വേണ്ടി വനിതാ സംവരണ ബില്ലിന് എത്രത്തോളം ഒരു ആയുധമായി പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ നാട്ടിനകത്ത് നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധമായ ആശയഗതികളോട് സമരം ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തുള്ള സ്ത്രീകൾക്ക്, അതിന് പുറത്ത് നിൽക്കുന്ന വോട്ടർമാരായിട്ടുള്ള സ്ത്രീകൾക്ക് എത്രത്തോളം സാധിക്കും, ചുരുങ്ങിയത് കേരളത്തിലെങ്കിലും എത്രത്തോളം സാധിക്കും എന്നുള്ളൊരു ആലോചനയിലേക്ക് കൂടി നമ്മൾ വികസിക്കണം എന്നെനിക്ക് തോന്നുന്നുണ്ട്. കേരളത്തിന് അത്രയൊക്കെ ഈ പറയുന്ന രീതിയിൽ സാധിക്കുമോ എന്നുള്ള ഉത്കണ്ഠയുണ്ട്. കാരണം 20 ആളുകളെ കേരളത്തിനകത്ത് മത്സരിപ്പിക്കുന്ന സമയത്ത് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായിരിക്കണം എന്നുള്ള മലയാളിയുടെ ഇച്ഛാശക്തിയുടെ മുന്നിൽ 19 പേർ ജയിച്ചു പോകുമ്പോഴും ഷാനിമോൾ ഉസ്മാനെ തോൽപ്പിക്കുന്ന ഒരു കേരളം ഉണ്ടല്ലോ. ആ കേരളത്തിൽ എത്രത്തോളം ഇത്തരം സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ചിന്താഗതികൾക്ക് ഈ വിമൻ റിസർവേഷൻ ബില്ലിന് പിന്തുണ നൽകിക്കൊണ്ട് വിമൻ പൊളിറ്റിക്കൽ പവറിലേക്ക് സ്ത്രീയെ എത്തിക്കാനുള്ള ആലോചനകൾ ശക്തമായി നടത്താൻ വേണ്ടി കഴിയും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആത്മവിമർശനപരമായി പരിശോധിക്കേണ്ടതാണ്. എത്രത്തോളം അതിൻ്റെ സാധ്യതകളിലേക്ക്, കൂട്ടായ്മകളിലേക്ക് വികസിപ്പിക്കാൻ വേണ്ടി കഴിയും ഇത്തരം ഒരു ചർച്ചയെ എന്നുകൂടി ഈ സമയം നമ്മൾ ഇത്രയും വിനിയോഗിക്കുമ്പോൾ അങ്ങനെ കൂടി ആലോചിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അവരാഗ്രഹിച്ച തലത്തിലേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹം എത്തണമെങ്കിൽ ഈ വേദിയിലിരിക്കുന്ന ഞങ്ങൾ 3 പേരുൾപ്പെടെ പുറത്തുള്ള അതിനേക്കാൾ കഴിവ് കൂടുതലുള്ള എത്രയോ ആളുകൾ ഉൾപ്പെടെ ഈ വിഷയത്തെ ചർച്ച ചെയ്തുകൊണ്ട് സ്ത്രീ സൗഹൃദമല്ലാത്ത ഒന്നിനെയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, ജാതി ചിന്തകൾക്ക് അതീതമായിട്ട് ആ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തീർച്ചയായിട്ടും സ്ത്രീകളുടെ സാന്നിധ്യം കൂടും എന്നുള്ളതാണ്. അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും, ഇപ്പം ഞങ്ങൾക്കൊക്കെ ഇത്രയും വയസ്സായി, പക്ഷെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഒരു പക്ഷേ സ്വപ്നം കാണുന്ന രീതിയിലേക്ക് അവരെ വാർത്തെടുത്തു കൊണ്ടുവരണം. ഇപ്പോൾ പുരുഷന്മാരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരുടെ മുഴുവൻ തലയിലും ഒരു വലിയ അമിത ഭാരം തന്നെയാണ് വന്നിട്ടുള്ളത്. കാരണം ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും അതിന് തക്കതായിട്ടുള്ള സമൂഹം ആഗ്രഹിക്കുന്നവരെ വാർത്തെടുക്കേണ്ട ആ ഒരു കടമ എന്ന് പറയുന്നത് അവരുടെ തലയ്ക്കകത്ത് കിടന്ന് പുകയാണ്. അതവർക്ക് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോവുക. ഈ 33% അല്ല 50% റിസർവേഷൻ വേണ്ടെന്നുള്ളൊരു ഡിസിഷനിൽ വരുന്ന സമയത്തും സ്വന്തം പാർട്ടിക്കകത്ത് എടുക്കുന്ന, അതായത് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നേതാക്കൾ, സ്ത്രീകൾ, അതായത് ഈ 82% സ്ത്രീകൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നേതാക്കൾ എടുക്കേണ്ട തീരുമാനങ്ങൾ സ്ത്രീകൾക്കും കൂടി സപ്പോർട്ട് ചെയ്യേണ്ട രീതിക്ക് വേണ്ടേ? ആ തീരുമാനം എടുക്കാത്ത രീതിക്ക് വരുന്ന സമയത്ത് അതിനെതിരെ സംസാരിക്കാനുള്ള സ്പേസ് നിങ്ങൾക്ക് നിങ്ങളെ പാർട്ടി നൽകുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം അത് സംസാരിക്കാറുണ്ട്. ആണധികാരത്തിൻ്റെ അടിമയാണ് ഞാനെങ്കിൽ ഞാൻ ഇന്ന് രാഷ്ട്രീയത്തിൻ്റെ ഈ ഒരു ശ്രേണിയിൽ എത്തിച്ചേരുമായിരുന്നു. എവിടെയോ കെട്ടുപോകുമായിരുന്നില്ലേ? ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു മന്ത്രിയോ MLA യോ MP യോ ആവുക മാത്രമല്ല ഒരു സ്ത്രീയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മേഖല. പക്ഷേ സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള അധികാരത്തിൻ്റെ മേഖലയിൽ അവരെത്തിച്ചേരണം എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഏത് മേഖലയിൽ നിന്നും സ്ത്രീ വിമോചനത്തിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ സ്ത്രീകൾ മുന്നോട്ട് വരണം. എല്ലാവർക്കും MP MLA ആവാൻ പറ്റില്ല. പകുതി സീറ്റ് സംവരണം ചെയ്താലും എത്ര സ്ത്രീകൾക്ക് അതാവാൻ പറ്റും? അത്രയല്ല സീറ്റുള്ളൂ. അതല്ല ഉദ്ദേശിക്കുന്നത്. ആ ആണധികാരത്തിൻ്റെ പ്രവണതകൾ കേരളത്തിലുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതിന് തടസ്സം എനിക്ക് നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ ഡിസിഷൻ മേക്കിങ്ങിലുള്ള പാട്രിയാർക്കി ചെയ്ത കാര്യങ്ങൾ കഴിഞ്ഞ ഇലക്ഷനിലും ഗൗരിയമ്മന്റെ കാര്യത്തിലും നമ്മൾ കണ്ടതാണ്. ഞാൻ അതാണ് പറഞ്ഞത്. കേവലമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥാനത്തെ മുൻനിർത്തി എന്തുകൊണ്ടതായില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തുകൊണ്ട് വീണ്ടും മന്ത്രിയായില്ല ചിലർ ചോദിച്ചു. അതൊരു കൂട്ടായ തീരുമാനമായിരുന്നു. എല്ലാവരും പുതിയ ആളുകൾ വരട്ടെ എന്ന്. അതിലൊരു സ്ത്രീ ആയതുകൊണ്ട് എന്നെ മാത്രം പരിഗണിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കില്ല. അതല്ല ഈ അളവുകോല്. അത് വെച്ചിട്ടാണ് പലപ്പോഴും മനസ്സിൽ വെച്ചിട്ടാണ് ആണധികാരത്തിൻ്റെ അടിമയാണോ ഇരയാണോ എന്നൊക്കെ ചോദിക്കും. ഞാനതല്ല. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇന്നും നേരത്തെ നടത്തിയതുപോലെ തന്നെ. അത് തന്നെയാണ് തീരുമാനവും. സ്വത്തവകാശം, പിന്തുടർച്ചാവകാശം, അതുപോലെ ഈ മുത്തലാഖ് ബില്ലൊക്കെ ഒരു വിഭാഗത്തിലെ സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അതിന് നമ്മുടെ വോട്ട് ചെയ്ത് വാങ്ങി ജയിച്ചവർ ഈ സ്ത്രീകൾക്ക് സപ്പോർട്ടായിട്ടല്ല അവിടെ തീരുമാനം എടുത്തത്. അതിനെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റിയോ? അതിനുള്ള സ്പേസ് ഉണ്ടോ? എന്താണ്? അതല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളല്ല. ഇപ്പോൾ സൂര്യ ടീച്ചർ ഇവിടെ പറഞ്ഞിട്ടുള്ള അതേ ഒരു പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ
കൃത്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ട വേദികളിൽ രേഖപ്പെടുത്തി തന്നെയാണ് ഇവിടം വരെ വന്നത്. ചില ആളുകൾ ചില സമയത്ത് പറയാം അവർ ആ അഭിപ്രായം പറയണ്ടായിരുന്നു എന്നെ ഉപദേശിച്ചിട്ടുള്ള ആളുകളും ഉണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം, എന്നെ ഇന്ന് വരെ ഞാനൊരു ജനാധിപത്യ പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നത്. അത് അവിടെയും ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടോ കോൺഗ്രസ്സിലെന്ന് സംശയിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അഭിപ്രായം പറഞ്ഞു തന്നെ വരുന്നു. ഈ അഭിപ്രായത്തിന് ഇന്ന് വരെ എനിക്ക് വിലക്കുകൾ ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ട് സ്ത്രീ സമൂഹത്തെ പ്രതിനിധാനം ചെയ്ത് പാർട്ടിയുടെ വേദികൾ അഭിപ്രായം പറയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം പറയരുത് എന്ന ഒരു വിലക്ക് പാർട്ടിയിൽ നിന്ന് വന്നാൽ അന്നായിരിക്കും ഒരുപക്ഷെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അവസാനം എന്നുകൂടി ഞാനിവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ സമയം ഒരുപാട് എക്സ്റ്റെൻഡ് ആയിരിക്കുന്നു. നമ്മുടെ വിശിഷ്ടാതിഥികൾക്കും പോകേണ്ട സമയമായി. മൊമെന്റോ നൽകുന്നതിന് മുമ്പ് നമുക്കൊരു വോട്ട് ഓഫ് താങ്ക്സിലേക്ക് കടക്കേണ്ട കാര്യമുണ്ട്. ആദ്യം ന്യൂസ് 18 പ്രതിനിധി ധന്യ വിശ്വത്തെ ക്ഷണിക്കും. നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. ഒരുപാട് പേർക്ക് ചോദ്യം ചോദിക്കാൻ പറ്റിയിട്ടില്ല, അതിൽ ക്ഷമയും ചോദിക്കുന്നു. നമുക്ക് മറ്റൊരു അവസരത്തിൽ ഇത്തരത്തിലൊരു കോൺക്ലേവ് വീണ്ടും സംഘടിപ്പിക്കാമെന്ന പ്രതീക്ഷയും പങ്കുവെക്കുന്നു. ന്യൂസ് 18 സംഘടിപ്പിച്ച വുമൺ പൊളിറ്റിക്കൽ കോൺക്ലേവ് അത് കോഴിക്കോട് നടത്തിയതിന് നമുക്കറിയാം, രാഷ്ട്രീയ കേരള ചരിത്രത്തിൽ ഒരുപാട് ചരിത്രമുള്ള മലബാറിൻ്റെ മണ്ണിൽ ഇത്തരത്തിലൊരു കോൺക്ലേവ് നടത്തുന്നതിൽ എൻ്റെ നാടുകൂടിയാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി അതിൽ അഭിമാനമുണ്ട്. കൂടുതൽ സംസാരിക്കാനുണ്ട്, കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ഇവരോട് ചോദിക്കാനുണ്ട്. മറ്റൊരു അവസരത്തിൽ അത് സാധിക്കും. ഇവിടെ എത്തിച്ചേർന്ന വേദി സദസ്സ് എന്നൊരു വ്യത്യാസം പോലും തോന്നാതെ എത്തിച്ചേർന്ന ആളുകൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. എല്ലാവർക്കും നന്ദി. നമുക്ക് ഈ മൊമെൻറ്റോയിലേക്ക് കടക്കാം. ഞങ്ങളോടൊപ്പം ചേർന്നതിന് 3 അതിഥികൾക്കും വളരെ നന്ദി. ഷൈല ടീച്ചർക്ക് മൊമെൻറ്റോ നൽകാൻ വേണ്ടി ഞങ്ങളുടെ പ്രതിനിധി അശ്വതിയെ ക്ഷണിക്കുന്നു. ശ്രീമതി ഷാനിമോൾ ഉസ്മാന് മൊമെൻറ്റോ നൽകാൻ ഐശ്വര്യ അനിലിനെ ക്ഷണിക്കുന്നു. ശ്രീമതി ശോഭ സുരേന്ദ്രന് മൊമെൻറ്റോ കൈമാറുന്നത് ഭവ്യ പാർവതിയാണ്. ക്ഷണിക്കുന്നു. പൂർണ്ണമാകുകയാണ് ICL FinCorp presents Women Political Conclave by Reliance Industries.